ബ്രേക്ക് ത്രൂവിന്റെ ഭാഗമായി കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ 2022 ആരംഭിച്ച പദ്ധതി മുല്ലശ്ശേരി കനാലിന്റെ നവീകരണം. മൺസൂണിന് മുന്നേ തന്നെ എല്ലാ ജോലികളും പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി കർശന നിർദ്ദേശം നൽകി. മൺസൂൺ ആരംഭിച്ചു കഴിഞ്ഞു. ഇന്നും ഇതേ സ്ഥലത്ത് എവിടെ ആരംഭിച്ചോ അവിടെ തന്നെ. കനാലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിന് മുൻപ് ആശങ്കയില്ലാത്ത ജീവിതം. എന്നാൽ മുല്ലശ്ശേരി കനാൽ റോഡരികിൽ താമസിക്കുന്നവർക്ക് ഇപ്പോൾ മഴയെയും ഭയമാണ്. ആദ്യഘട്ടം അതിവേഗത്തിൽ പൂർത്തിയാകുമെന്ന് കരുതിയ പദ്ധതി വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇഴഞ്ഞു നീങ്ങുന്നു. കരാറുകാരന്റെ പിന്മാറ്റം മുതൽ വാട്ടർ അതോറിറ്റിയുടെ മാൻഹോളും പൈപ്പുകളും അങ്ങനെ പദ്ധതി പൂർത്തിയാക്കാൻ പ്രതിസന്ധികൾ നിരവധിയായിരുന്നു. പക്ഷേ ഈ ദുരിതത്തിനിരകളാവുന്നത് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളാണ്. 22 തുടങ്ങിയ പ്രോജക്റ്റാണ്. ഇപ്പോൾ 25 ഇതിലെത്തി. ഇത്രയും ചെറിയൊരു സ്പാൻ ചെയ്യാനായിട്ട് ഇത്രയും കൊല്ലങ്ങൾ വേണോ? ഹൈക്കോടതി എന്ത് പറഞ്ഞാലും ഇവിടുത്തെ കോൺട്രാക്ടറിന് ലെവലേശം ഒരു കുലുക്കവും ഇല്ല. നമ്മൾ മെട്രോ സിറ്റി ആണെന്നാണ് പറയുന്നത്. ഒരു മെട്രോ സിറ്റിയിൽ ഒരു ദുരിതപൂർണമായ ജീവിതം 3 വർഷമായിട്ടുണ്ടാവില്ലേ ഇവിടെയുള്ള ആൾക്കാർക്ക് കാറോ എന്തെങ്കിലും വാഹനങ്ങളോ പുറത്തിറക്കാൻ പറ്റിയിട്ട്? വെള്ളക്കെട്ട് കുറയ്ക്കാനാണ് മുല്ലശ്ശേരി കനാലിന് ഏതെങ്കിലും ക്വാളിഫൈഡ് എഞ്ചിനീയർ പറയുന്നുണ്ടോ? എല്ലാവർക്കും ഒരു നാച്ചുറൽ ഫ്ലോ ഈസ് ടുവേർഡ്സ് ഈസ്റ്റ് എന്ന്. വെസ്റ്റിലേക്ക് പണിതിട്ട് എന്താ കാര്യം? ഇപ്പോഴും നിങ്ങൾ മഴയത്ത് നോക്കുമ്പോൾ വെള്ളം മുഴുവൻ അങ്ങോട്ടേക്കാണ് ഒഴുകി വരുന്നത്. മേയർ പറഞ്ഞു വെയില് ഏറ്റവല്ലേ കൗൺസിലറെ, വെയില് ഇറക്കാവട്ടെ. 1.5 ദിവസം ഞങ്ങൾ കാത്തു നിന്നു പെരുമഴയത്ത്. ഇതുകൊണ്ട് യാതൊരു ഗുണമില്ല. അപകടങ്ങൾ പലവിധം. കടുത്ത വേനലിലും ഇവിടെ അപകടങ്ങൾക്ക് കുറവില്ല. പിന്നെ മഴക്കാലത്തെ അവസ്ഥ പ്രത്യേകം പറയേണ്ടതില്ല. റോഡിന്റെ ഓരത്തുകൂടി നടന്നാലുള്ള അവസ്ഥ. ബലമില്ലാത്ത തടി ഉൾപ്പെടെയുള്ള വസ്തുക്കളാണ് ഈ കാനയ്ക്ക് കുറുകെ വെച്ചിരിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും ഇത് തകർന്ന് കാനയ്ക്കുള്ളിലേക്ക് പതിക്കാം. ഇപ്പൊ ആ കുഴി നോക്കൂ, ആ കുഴി നടക്കൂ. അവിടെ വെച്ചിരിക്കുന്ന 2 ചെറിയ ഇരുമ്പിന്റെ പലകാരിന് നടക്കും ഒരു മരത്തിന്റെ സ്ലാബ്. അവിടേക്ക് ഒരു സ്ലാബ് കൊണ്ടിട്ടൂടെ? ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ആ കോൺട്രാക്ടർ സ്ലാബുകൾ മാറ്റിക്കൊണ്ടുപോണ്ട്. അത് റോഡിൽ തന്നെ അട്ടി വെച്ചിരിക്കുകയാണ്. ജനങ്ങൾ അതിൽ വീഴുന്നുണ്ട്. ഇത് കാണില്ലല്ലോ, ഇടയ്ക്ക് കാല് പോവില്ലേ? യു സീ ദാറ്റ് ഗ്യാപ്പ് ബിറ്റ്വീൻ ദാറ്റ് അയൺ റോഡ്. അതിനും എന്തെങ്കിലും ഇതുണ്ടോ? റോഡിന് നടുവിലൂടെ പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് സുരക്ഷിതമായി നടക്കാമെന്ന് ആരും കരുതണ്ട. ഒന്ന് കാൽ വഴുതിയാൽ എല്ലാം തീരും. മാത്രമല്ല, ഇനി പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ഈ കേബിൾ, ഇതൊന്നു മാത്രം മതി ജീവഹാനി വരെ സംഭവിക്കാൻ. പൊട്ടിക്കിടക്കുന്ന കേബിളുകൾ, ഏതു സമയവും തെന്നി വീഴാറാവുന്ന റോഡുകൾ, നിർമ്മാണത്തിലെ അശാസ്ത്രീയത, അങ്ങനെ ഈ മഴക്കാലത്ത് മുല്ലശ്ശേരിക്കാരുടെ ആശങ്കകളേറെയാണ്. പലരും പല ദുരവസ്ഥ മൂലം മറ്റിടങ്ങളിലേക്ക് മാറി താമസിച്ചു. ഇതിലെ കൂടെ കാൽനടക്കാർ വളരെ ബുദ്ധിമുട്ടാണ് നടക്കുന്നത്. ഒന്ന് കാല് തെറ്റിയാൽ പല സ്ഥലത്തും കുണ്ടും കുഴിയായിട്ട് കിടക്കുന്നതാണ്. പല തവണ കുടിവെള്ളമില്ല, മറ്റു പല പല ബുദ്ധിമുട്ടുകൾ ഇടക്കിടക്ക് പൊട്ടുന്നു. ഇത് ഇനിയും ഇതുപോലെ നീണ്ടു 1 കൊല്ലം എന്ന് പറഞ്ഞിട്ട് ഇനിയും നീണ്ടുപോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ തന്നെ താമസം പലരും ഇപ്പം തന്നെ മാറി, ബാക്കിയുള്ളവർ കൂടി മാറിപ്പോകും. കടകളും എല്ലാം അടച്ചു പോകും. ഇപ്പോൾ ഈ നടന്ന ഇപ്പം കണ്ടില്ലേ, ഇതുപോലെ തന്നെയാണ് വണ്ടികൾ, ഓട്ടോറിക്ഷ കയറി വരും. ഈ പൊങ്ങി നിൽക്കുന്ന സാധനം കാണത്തില്ല, ഇവിടെ ആദ്യം ഒന്നിടിക്കും. അങ്ങനെയും അവിടെ ഉണ്ടാകുന്നുണ്ട്. അപകടത്തിന്റെ ഒരു നിര തന്നെ ഇവിടെ നടക്കുന്നുണ്ട്. നഗരത്തിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ 3 മാസം കൊണ്ട് തീർക്കണമെന്ന ഉദ്ദേശത്തിൽ ആരംഭിച്ച പദ്ധതി നഗരത്തെ മുച്ചൂടും മുടിപ്പിക്കുമോ എന്ന ആശങ്കയിലാണ് ജനങ്ങൾ. അധികാരികൾക്ക് കൈയൊഴിയാം, പക്ഷേ ദുരന്തം പേറുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ്. വരാനിരിക്കുന്നത് പെരുമഴക്കാലമാണ്. അപകടങ്ങളുടെ എണ്ണം ഇനിയും വർദ്ധിക്കാതിരിക്കട്ടെ. ക്യാമറമാൻ ശരത്തമ്പാട്ടുകാവിനൊപ്പം സ്നേഹാമോൾ നൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.